ദേശീയപാത കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്നതാണെങ്കിലും കേരളത്തിന്റെ കാര്യം കുറച്ച് ഡിഫറെന്റ് ആണല്ലോ. സോ ദേശീയപാത വികസനത്തിന്റെ കാര്യം വന്നപ്പോ അതിന്റെ ക്രെഡിറ്റ് മുഴുവനും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മൊത്തത്തോടെ ഇങ്ങോട്ട് എടുത്തു. എഞ്ചിനീയർ വരുന്നു റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷന്റെ പ്രമുഖനായ എഞ്ചിനീയർ, സമർത്ഥനായ എഞ്ചിനീയർ. ദേശീയപാതയിലേക്ക് ആരും കണ്ണുവെക്കേണ്ട, അത് കേരളത്തിന്റെ ഇച്ഛാശക്തിയുടെ ഫലമാണെന്നാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ദേശീയപാതയുടെ പണി നടക്കുന്ന സമയത്ത് റിയാസേട്ടന്റെ സോഷ്യൽ മീഡിയ ഒന്ന് കാണണമായിരുന്നു. റീൽസിന്റെ ആറാട്ടല്ലേ. ഈ കലക്കൂട്ടം മുതൽ മഞ്ചേശ്വരം വരെ കിടക്കുന്ന റോഡ് മുഴുവൻ നവീകരിക്കുന്നത്, ദേശീയപാത വികസിപ്പിക്കുന്നത് മോദി സർക്കാരാണ്. മോദിജി, കേന്ദ്രം, നാഷണൽ ഹൈവേ, കേരളത്തിലെ ദേശീയപാത വികസനം എന്നൊക്കെ ജിമാരെ എത്ര മാറ്റിയും തിരിച്ചും പറഞ്ഞിട്ട് കാര്യമില്ല. റിയാസേട്ടന്റെ റീൽസിൽ അതെല്ലാം തകർന്ന് തരിപ്പണായി. അങ്ങനെ പയ്യെ മഴക്കാലം വരുന്നു. ദങ്ങോട്ടൊന്ന് നോക്കൂ. എലക്ഷനൊക്കെ വരികയല്ലേ, അപ്പൊ നാട്ടുകാരുടെ മുന്നിൽ കുറച്ച് ഇമേജ് കൂട്ടാന്ന് വിചാരിച്ചിട്ട് റോഡ് പണിയൊക്കെ ചടപടേന്ന് തീർത്തു. എന്നിട്ട് ഇപ്പൊ എന്തായി, ഒരു മഴ വന്നപ്പോഴത്തേക്കും ദേശീയപാതയും സർവീസ് റോഡും കൽഭിത്തിയൊക്കെ ചടപടേന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ തുടങ്ങി. റീല് നിർത്തരുത്. എവിടെയൊക്കെയാണ് വിള്ളൽ വീണിരിക്കുന്നത്? കുരിയാട് മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു 50ഓളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ വിള്ളൽ വീണിട്ടുണ്ട്. അവിടെയൊക്കെ പോയി അദ്ദേഹം റീലെടുത്ത് ആ റീല് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണട്ടെ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്രയ്ക്കായതല്ലേ, അതുകൊണ്ട് നാഷണൽ ഹൈവേയുടെ ക്രെഡിറ്റ് കേന്ദ്രം തന്നെ എടുത്തോളൂ കേട്ടോ എന്നാണ് ഇരട്ടച്ചങ്കൻ പറയാനുള്ളത്. ബിക്കോസ് അന്യന്റെ മുതൽ ആഗ്രഹിക്കരുതെന്നല്ലേ പറയാറ്. അതുകൊണ്ട് ആ ക്രെഡിറ്റ് മൊത്തം നിങ്ങൾ എന്നെ വെച്ചോ. ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിന്റെ ആമുദക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. എനിക്കറിയാൻ പാടില്ല, ഞാൻ വരുന്ന വഴിക്കേണ്ടതാണ്. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. മോദിജിയുടെ സത്യസന്ധതയാണ് ദീ റോഡുകൾ എന്ന് പറഞ്ഞവരെയും, അല്ല അത് ഇരട്ടച്ചങ്കന്റെ ചങ്കൂറ്റമാണ് ദേശീയപാതകൾ എന്ന് പറഞ്ഞവരെയും ഒന്നും ഈ വഴി കാണാനില്ല. എല്ലാരെയും സ്വിച്ചിട്ട പോലെ കാണാണ്ടായി. ദേശീയപാതയ്ക്ക് ഇതുവരെ 2 പിതാക്കന്മാരുണ്ടായിരുന്നു. ഒന്ന് കേന്ദ്രത്തിൻ്റെ ഗഡ്കരിയും 2 പിണറായി വിജയനും. ഇത് മധുരിച്ചിട്ട് തുപ്പാനും കഴിച്ചിട്ട് ഇറക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ കോംറേഡ്സ് ഇപ്പോ. ഇതെല്ലാം ഞങ്ങളുടെ വികസനത്തിന്റെ കയ്യൊപ്പാണെന്ന് നാട് നീളെ പറഞ്ഞിടന്നിട്ട് 16ന്റെ പണിയല്ലേ കിട്ടിക്കൊണ്ടിരിക്കണത്. മഴ കൂടുമ്പോ ഞങ്ങളുടെ കോംറേഡ്സിന്റെ നെഞ്ച് കിടന്ന് പെടക്കാണ്. ബാക്കിയുള്ളതും കൂടെ ഒലിച്ചു പോവെന്തോ. ഇപ്പോഴൊരു അവസരം കിട്ടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ് കിട്ടിയൊരു അവസരം പോലെ അവിടെ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് അയ്യോ നാഷണൽ ഹൈവേ പോയിരിക്കുന്നു എന്ന് പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ എവിടെയും പോകില്ല. നാഷണൽ ഹൈവേ ഫലപ്രദമായ നാഷണൽ ഹൈവേ ആയിട്ട് നാഷണൽ ഹൈവേ 66 പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അല്ല പക്ഷേ അപ്പൊ നമുക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, ദേശീയപാത മുഴുവൻ ഇങ്ങനെ പൊട്ടിപ്പൊളിയാൻ ആരാ കാരണക്കാര്? ആരിതിന്റെ ഉത്തരവാദി ആരാണോ ആരാ ഉത്തരവാദി? ആ അതാ ചോദിക്കുന്നേ, ആരോ ഉത്തരവാദി? പറഞ്ഞുതരണോ? ആ പറഞ്ഞുതരണം. അതിന്റെ ഉത്തരവാദി ആരാണോ നിർമ്മിക്കുന്നത്, ആ നിർമ്മിക്കുന്ന ഏജൻസി തന്നെയാണ്. അത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അങ്ങനെ ദേശീയപാതയിൽ വിള്ളൽ വീണ സംഭവത്തിൽ വിശാല ഹൃദയനായ ഗോവിന്ദമാഷ് എല്ലാരോടും ക്ഷമിച്ചിരിക്കുന്നു. ദേശീയപാതയിൽ വിള്ളൽ വീണതിന്റെ ക്രെഡിറ്റ് കേന്ദ്രത്തിനും ഇതുവരെ വിള്ളൽ വീഴാത്ത ഭാഗത്തിന്റെ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാരിനും വീതിച്ചു കൊടുത്ത് കൈയടിച്ചെല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി. എന്റെ പൊന്നെ, പലതരം ക്യാപ്സ്യൂളുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ന്യായീകരണ ക്യാപ്സ്യൂള് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് അത് ഗോവിന്ദമാഷ് ഇറക്കുമ്പോഴാണ് കേട്ടാ. മഴക്കാലാണ് വരണത്, പിന്നെ ഈ വിഷയത്തില് എന്തൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരുമോ എന്തോ.